പ്രാപിച്ചിട്ട് സന്തതി പരമ്പര ഈ പരമ്പര നിന്നോട്ടെ, അത് ശാസ്ത്രത്തിൽ പറയുന്നതാണെന്ന്. അപ്പോഴാണ് തൻ്റെ പുത്രനായിട്ടുള്ള വേദവ്യാസനെ കുറിച്ച് സത്യവതി ഓർത്തത്. അപ്പോൾ എപ്പോൾ ആണെങ്കിൽ വിളിച്ചോളൂ, അത്യാവശ്യത്തിന് വിളിച്ചാൽ ഞാൻ വരാം എന്ന് പറഞ്ഞത് ഓർത്തു. അങ്ങനെ അമ്മ സത്യവതി അവിടുന്ന് ധ്യാനിച്ചപ്പോഴാണ് ഈ ആശ്രമം വിട്ട് കൊട്ടാരത്തിലേക്ക് വേദവ്യാസം ചെല്ലണം. അമ്മ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഇവരെ പ്രാപിച്ചിട്ട് സന്തതി ഉൽപ്പാദിപ്പിക്കണം, അങ്ങനെ ഈ രാജവംശം പൂരുവിൻ്റെ വംശം നിലനിർത്തണം എന്ന് പറഞ്ഞപ്പോൾ വേദവ്യാസൻ നിന്ദ്യമായ കർമ്മമാണെങ്കിലും അമ്മ പറഞ്ഞതാണ്, അത് നിഷേധിക്കാൻ പറ്റില്ല. അമ്മ പറഞ്ഞതുകൊണ്ട് ചെയ്യണം എന്നുള്ളൊരു ന്യായ അത് വെച്ചുകൊണ്ട് ഞാൻ ഈ അധർമ്മത്തിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഇത് അധർമ്മമാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും അപ്പുറത്ത് ഈ പൂരുവിൻ്റെ വംശം നിലനിർത്തണം എന്നുള്ളത് ഈശ്വരേച്ഛയാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഇതിന് സമ്മതിച്ചു എന്നാണ്. അങ്ങനെ അംബികയെ പ്രാപിച്ചപ്പോൾ കണ്ണടച്ചു, അതുകൊണ്ട് അങ്ങനായി. അംബാലികയെ പ്രാപിച്ചു, അപ്പോൾ ഒരു വെറുപ്പോട് കൂടിയിട്ടായിരുന്നു, അതുകൊണ്ട് പാണ്ഡുവായിട്ട് ജനിച്ചു. അപ്പം ഇങ്ങനെ കുട്ടികളായേ പറ്റില്ല, നീ ആദ്യം അംബികയെ പ്രാപിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അംബികയെ പ്രാപിക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി ചെന്നപ്പോഴാണ് അംബിക പകരത്തിന് ദാസി എവിടെ വെച്ചു. അപ്പോൾ ആ ദാസി സ്വീകരിച്ചിരുത്തി അതിലാണ് വിതുരൻ ഉണ്ടാവുന്നതെന്നാണ്. അങ്ങനെ ധൃതരാഷ്ട്രനും പാണ്ഡുവും വിതുരനും ഉണ്ടായിട്ടുള്ള ചരിത്രം അതാണ്. ആ പൂരുവിൻ്റെ വംശം അങ്ങനെയാണ് നിലനിന്നത്, വ്യാസൻ്റെ സന്തതികളായിട്ട് ആണ് നിലനിന്നത് എന്നും കൂടി പറഞ്ഞിട്ടാണ് പ്രഥമ സ്കന്ധം അടുത്ത അധ്യായം കൂടി. ഓം മഹാദേവ്യേ നമഃ. അഥ വിംശോധ്യായ വിഷയപൂജോ. ശുകസ്തു പരമാം സിദ്ധിം ആപ്തവാൻ ദേവസത്തമ. കിം ചകാര തതോ വ്യാസ തന്നോ ബ്രൂഹി സവിസ്തരം. സൂതവാച ശിഷ്യാവ്യാസസ്യേപ്യാസൻ വേദാഭ്യാസപരായണഃ ആജ്ഞാമാദായ തേ സർവേ ഗതാഃ പൂർവം മഹീതലേ. ആസീതോ ദേവലശ്ചൈവ വൈശമ്പായനൈവ ച ജൈമിനിശ്ച സുമന്തുശ്ച ഗതാഃ സർവേ തപോധനാഃ. താനേതാൻ വീക്ഷ്യ പുത്രം ച ലോകോന്തരിതമപ്യുത വ്യാസാശോകസമാക്രാന്തോ ഗമനായ കരോന്മതിം. സസ്മാര മനസാ വ്യാസാത്താം നിഷാദസുതാം ശുഭ മാതരം ജാഹ്നവീതീരേ മുക്താം ശോകസമന്വിതാം. സ്മൃത്വാ സത്യമതീം വ്യാസ त्यक्त्वा तं पर्वतोत्तमम् आजगाम महातेज जन्मस्थानं सुखं मुनिः. दीपं प्राप्याधपप्रच्छ क्वागता सावरानना. निषादस्तं समाचक्युः दत्ता राज्ञे तु कन्यका. दाशराजोऽपि सम्पूज्य व्यासं प्रीतिपुरस्सरं स्वागतेनापि सत्कृत्य प्रोवाच विहिताञ्जलिः. दाशराज उवाच अद्यमे सबलं जन्म पावितं नः कुलं मुने. देवानापि दुर्दर्शं यज्जातं त्वदर्शनं. यदर्थमागतोऽसि त्वं तद्ब्रूहि द्विजसत्तम. अभिदाराधनं पुत्राः त्वदादाय नारायणपुत्राः. तद्वदाय उत्तमं नारायणपुत्राः तद्वदाय तमिदं विभो. सरस्वत्यास्तटे रम्ये चकाराश्रममण्डलं. व्यासस्तपः समायुक्तः तत्रैव समाहितः. सत्यवत्याः सुतौ जातौ शन्तनोः अमितद्युतेः. मत्वा तौ भ्रातरौ व्यासा सुखमापवने स्थितः. चित्राङ्गदः प्रथमजो रूपवान् शत्रुतापनः बभूव. नृपतेः पुत्रः सर्वलक्षणसंयुतः. विचित्रवीर्यनामासौ द्वितीयसमजायत. सोऽपि सर्वगुणोपेतः शन्तनोः सुखवर्धनः. गाङ्गेयः प्रथमस्तस्य महावीरो बलातिकः. तदैव तौ सुतौ जातौ सत्यवत्यां महाबलौ. शन्तनूस्तान् सुतान् वीक्ष्य सर्वलक्षणसंयुतान् अमंस्ताजय्यमात्मानं देवादीनां महामनाः. अतकालेन कियदा शन्तनुः कालपर्ययात् तत्याज देहं धर्मात्मा देहि जीर्णमिवाम्बरं. कालधर्मगतेराज्ञी भीष्मश्चक्रे विधानतः. प्रयतकार्याणि सर्वाणि दानानि विधानि च. चित्राङ्गदं ततो राज्ये स्थापयामास वीर्यवान्. स्वयं कृतवान् राज्यं तस्मादेव व्रतो भवत्. चित्राङ्गदस्तु वीर्येण प्रमत्तः पर दुःखतः. बभूव बलवान् वीरः सत्यवत्याल्पजा शुचिः. अत एकदा महाबाहुः सैन्येन महदावृतः
പ്രചചാര വനോദ്ദേശാൻ പശ്യൻ വൃദ്ധാൻ മൃഗാൻ രുഴുവൻ ചിത്രാൻ ഗതസ്തു ഗന്ധർവോ ദൃഷ്ട്വാ തം മാർഗകം നൃപം ഉത്തതാരാന്തികം ഭൂമി വിമാനവരം ആസ്ഥിതഃ തത്ര അഭൂത് നാരായണ തത്രാഭൂച്ച മഹദ്യുദ്ധം തയോः സദൃശവീര്യോः കുരുക്ഷേത്രേ മഹാസ്ഥാനി 3 വർഷാണി താപസ ഇന്ദ്രലോകം അവാപാശു ഗന്ധർവേണ ഹതോരണി ഭീഷ്മഃ സുത്വാ ചകാരാശു തസ്യ ഊർധ്വദൈഹികം തദാ ഗാംഗേയഃ കൃതശോകസ്തു മന്ത്രിഭിः പരിവാരിതഃ വിചിത്രവീര്യനാമാനം രാജ്യേശം ചകാരഃ മന്ത്രിഭിർബോധിതാ പശ്ചാത് ഗുരുഭിശ്ച മഹാത്മഭിः സ്വപുത്രം രാജ്യഗം ദൃഷ്ട്വാ പുത്രശോകഹതാപി ച സത്യവത്യതിസന്തുഷ്ടഃ ബഭൂവ വരവർണിനി വ്യാസോപി ഭ്രാതരം ശ്രുത്വാ രാജാനുമുദിതോ ഭവത് യൗവനം പരമം പ്രാപ്തഃ സത്യവത്യാഃ സുതഃ ശുഭഃ ചകാര ചിന്താം ഭീഷ്മോപി വിവാഹാർത്ഥം കനീയസ കാശിരാജസുതാഃ തിസ്രഃ സർവലക്ഷണസംയുതാഃ തേന രാജ്ഞാ വിവാഹാർത്ഥം സ്ഥാപിതാശ്ച സ്വയംവരെ രാജാനോ രാജപുത്രാശ്ച സമാഹൂതാഃ സഹസ്രശ ഇച്ഛാ സ്വയംവരാർത്ഥം വൈ പൂജ്യമാനാഃ സമാഗതാഃ തത്ര ഭീഷ്മോ മഹാതേജഃ താജഹാര ബലേന വൈ നിർമ്മത്യ രാജകം സർവം രഥേനൈകേന വീര്യവാൻ സജിത്വാ പാർത്ഥിവാൻ സർവാൻ താംശ്ച ആദായ മഹാരഥഃ ബാഹുവീര്യേണ തേജസ്വി ഹ്യാസസാദ ഗജാക്വയം മാതൃവത് ഭഗിനീവച്ച പുത്രീവച്ചിന്തയൻ കില തിസ്ര സമാനായാമാസ കന്യകാ വാമലോചനഃ സത്യവത്യൈ നിവേദ്യാശു ദ്വിജാനാഹൂയ സത്വരഃ ദൈവജ്ഞാൻ വേദവിദുഷ പര്യവൃച്ചൽ ശുഭം ദിനം കൃത്വാ വിവാഹസംഭാരം തഥാ വൈ ഭ്രാതരം നിജം വിചിത്രവീര്യം ധർമ്മിഷ്ടം വിവാഹേതി തായതാ തഥാ ജ്യേഷ്ഠാ അപി ഉപാചേദം കന്യകാ ജാഹ്നവീസുതം ലജ്ജമാന സിതാപാംഗി അസിതാപാംഗി തിസൃണാം ചാരുലോചന ഗംഗാപുത്ര ഗുരുശ്രേഷ്ഠ ധർമ്മജ്ഞ കുലദീപക മയാ സ്വയംവരേ സാല്യോ വൃതോസ്തി മനസാ നൃപഃ വൃതോഹം തേന രാജ്ഞാ വൈ ചിത്തെ പ്രേമസമാകുലേ യഥായോഗ്യം കുരുഷ്വാദ്യ കുലസ്യാസ്യ പരന്തവ തേനാഹം വൃതപൂർവാസ്മി ത്വം ച ധർമ്മവൃതാം വരഃ ബലവാനസി ഗാംഗേയ യഥേച്ഛസി തഥാ കുരു സൂത ഉവാച ഏവം മുക്തസ്തയാ തത്ര കന്യയാ കുരുനന്ദനാഃ അപൃച്ഛത് ബ്രാഹ്മണാൻ വൃദ്ധാൻ മാതരം സജീവാംസ്തദാ സർവേഷാം മതമാജ്ഞായ ഗാംഗേയോ ധർമ്മവിത്തമഃ ഗച്ഛേതി കന്യകാം പ്രാഹ യഥാ രുചിവരാനനെ വിസർജിതാധസാ തേനാഗത ശാല്വനികേതനം ഉവാചതം വരാരോഹ രാജാനം മനസേപ്സിതം വിനിർമുക്താസ്മി ഭീഷ്മേണ ത്വന്മനസ്യേതി ധർമ്മതഃ ആഗതാസ്മി മഹാരാജ ഗൃഹാണാദ്യ കരം മമ ധർമ്മപത്നി തവാത്യന്തം ഭവാമി നൃപസത്തമ ചിന്തിതോസി മയാ പൂർവം ത്വയാഹം നാത്ര സംശയഃ ശാൽവ ഉവാച ഗൃഹീത്വാ ത്വം വരാരോഹേ ഭീഷ്മേണ പശ്യതോ മമ രഥേ സംസ്ഥാപിതാ തേന ന ഗൃഹീഷ്യകരം തവ പരോച്ഛിഷ്ടാം ച കഃ കന്യാം ഗൃഹ്ണാതി മതിമാൻ നരഃ അതോഹം ന ഗൃഹീഷ്യാമി ത്യക്താം ഭീഷ്മേണ മാതൃവത് നാരായണ രുദതി വിലപന്തി സ ത്യക്താം തേന മഹാത്മന പുനർഭീഷ്മം സമാഗത്യ രുദതി ചേതമബ്രവീത ശാല്യോ മുക്താം ത്വയാ വീര ന ഗൃഹ്ണാതി ഗൃഹാണമ ധർമ്മജ്ഞോസി മഹാഭാഗ മരിഷ്യാമ്യന്യഥാ ഹി അഹം ഭീഷ്മ ഉവാച അന്യചിത്താം കഥാം അന്യചിത്താം കഥം ത്വാം വൈ ഗൃഹ്ണാമി വരവർണിനി പിതരം ത്വം വരാരോഹേ വ്രജ ശീഘ്രം നിരാകുല തതോത്താസാ തു ഭീഷ്മേണ ജഗാമ വനമേവ ഹി തപശ്ചകാര വിജനേ തീർത്ഥേ പരമപാവനേ ദ്വേ ഭാര്യേ ചാതിരൂപാഠ്യേ തസ്യ രാജ്ഞോ ബഭൂവതുഃ അംബാലികാ ച അംബികാ ച കാശിരാജസുതേ ശുഭേ രാജാ വിചിത്രവീര്യോസൗതാഭ്യം സഹ മഹാബലഃ രേമേ നാനാ വിഹാരൈശ്ച ഗൃഹേ ച ഉപവനേ തഥാ
വർഷാണി നവരാജേന്ദ്ര കുർവൻ ക്രീഡാം മനോരമ പ്രാവാസോ മരണം ഭൂയോ ഗൃഹീതോ രാജലക്ഷ്മണ മൃതേ പുത്രേതി ദുഃഖാർത്ത ജാതാ സത്യവതി തഥാ കാരയാമാസ പുത്രസ്യ പ്രേതകാര്യാണി മന്ത്രിഭിः ഭീഷ്മമാഹ തദൈകാന്തേ വചനം ചാതി ദുഃഖിത രാജ്യം കുരു മഹാഭാഗ പിതുസ്തേ ശന്തനോഃ സുത ഭ്രാതൃഭാര്യാം ഗൃഹാണത്വം വംശം ച പരിരക്ഷയ യഥാ ന നാശമായാതി യയാദേർവംശ ഇത്യുത ഭീഷ്മോവാച പ്രതിജ്ഞാമേ ശ്രുതാ മാത പിത്രേർത്ഥേയാമയാ കൃത നാഹം രാജ്യം കരിഷ്യാമി ന ചാഗന്ധാരസംഗ്രഹം സൂത ഉവാച തദാ ചിന്താതു രാജാധാ കഥം വംശോ ഭവേദിതി നാലസാധി സുഖം മഖ്യം സമുൽപ്പന്നേ ഹ്യരാജകേ ഗാംഗേസ്തമുവാചേദം മാ ചിന്താം കുരുഭാമിനി പുത്രം വിചിത്രവീര്യസ്യ ക്ഷേത്രജം ചോപപാദയ കുലീനം ദ്വിജമാകൂയ ബദ്ധ്വാസഗനിജോ നിയോജയ നാത്ര ദോഷോസ്തി വേദേപി കുലരക്ഷാവിധൗ കില പൗത്രം ജൈവ സമുൽപാദ്യ രാജ്യം ദേഹി ശുചിസ്മിതേ അഹം ച പാലയിഷ്യാമി തസ്യ ശാസനമേവ ഹി തച്ഛ്രുത്വാ വചനം തസ്യ കാനീനം സ്വസുതം മുനിം ജഗാമ മനസാഭ്യാസം ദ്വൈപായനമകൽമഷം സ്മൃതമാത്രസ്തതോ വ്യാസ ആജഗാമ സതാവസ കൃത്വാ പ്രണാമം മാത്രേഥ സംസ്ഥിതോ ദീപ്തിമാൻ മുനി ഭീഷ്മേണ പൂജിത കാമം സത്യവത്യാജമാനിത തസ്ഥൗ തത്ര മഹാതേജ വിധൂമോഗ്നിദിവാപര തം വാച മുനിം മാത പുത്രമുൽപാദയാധുനാ ക്ഷേത്രേ വിജിത്തവീര്യസ്യ സുന്ദരം തവ വീര്യജം വ്യാസശ്രുത്വാ വചോ മാധുരാപ്തവാക്യമന്യത ഓമിത്യുക്ത്വാ സ്ഥിതസ്തത്ര ഋതുകാലമചിന്തയൽ അംബികാ ച യഥാസ്താദാനാരീ ഋതുമതീതദാ സംഘപ്രാപ്യ മുനേഃ പുത്രമസൂതാന്ധം മഹാബലം ജന്മാന്ധം ച സുതം വീക്ഷ്യ ദുഃഖിതാ സത്യവത്യപി ദ്വിതീയാഞ്ച വധൂമാക പുത്രമുൽപാദയാശു വൈ ഋതുകാലേ സംപ്രാപ്തേ വ്യാസേന സങ്കത തഥാ ജാംബാലികാ രാത്രൗ ഗർഭം നാരീ ദധാരസാ സോപി പാണ്ഡുസ്വതോ രാജാതോ രാജ്യയോഗ്യോ ന സമ്മത പുത്രാർത്ഥേ പ്രേരയാമാസ വർഷാന്തേ ച പുനർവധൂം ആഹൂയ ച തതോ വ്യാസം സംപ്രാർത്ഥ്യ മുനിസത്തമം പ്രേഷയാമാസ രാത്രൗ സാ ശയാനാഗാരമുത്തമം न गता च वधूस्तत्र प्रेष्या सम्प्रेषिता तया तस्याञ्जवितुरो जातो दास्यं धर्मांशतः शुभ एवं व्यासेन ते पुत्रा धृतराष्ट्रादयस्त्रयः उल्पादिता महावीर वंशरक्षणहेतवे एतद्वः सर्वमाख्यातं तस्य वंशसमुद्भवं व्यासेन रक्षितो वंशो भ्रातृधर्मविधानगाः इति श्रीदेवी भागवते प्रथमस्कन्धे विंशोऽध्याय सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द सर्वत्र जगदम्बिकायै नमः श्रीमहादेव्यै नमः अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण പ്രഥമസ്കന്ധം സമർപ്പിച്ചു. ഇപ്പോൾ ഈ പ്രഥമസ്കന്ധത്തിലെ അവസാനത്തിൽ ഈ പറഞ്ഞ കഥകൾ സൂചിപ്പിച്ച വ്യാസന്റെ കഥ, ശന്തനുവിൻ്റെ ഭീഷ്മരുടെ ഈ വംശം, ആ വ്യാസൻ ആ ആശ്രമത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള കഥകളൊക്കെ, വ്യാസൻ എങ്ങനെ ഉണ്ടായി, ആ കഥകളൊക്കെ വിസ്തരിച്ച് പറയണം എന്ന് പറയുമ്പോൾ അടുത്ത ദ്വിതീയ സ്കന്ധത്തിൽ ആ കഥകൾ വിസ്തരിച്ച് പറയുക. ഇപ്പം ചുരുക്കി പറഞ്ഞത് മുഴുവനൊന്നും മനസ്സിലായില്ലോ, അതൊന്നും കൂടി വിസ്തരിച്ച് കേൾക്കണം എന്ന് നമുക്ക് തോന്നണ പോലെ തന്നെയാണ് അടുത്ത അധ്യായത്തിൽ ശൗനകാദി മഹർഷിമാർ അത് വിസ്തരിച്ച് കേൾക്കണം എന്ന് പറയുമ്പോൾ വ്യാസൻ ജനിച്ച കഥ വിസ്തരിച്ച് പറയുന്നു. പിന്നെ വ്യാസനിൽ ഈ മറ്റ് 3 കുട്ടികളുണ്ടായ ആ പരമ്പര എന്ന കഥകൾ അതൊക്കെ വിസ്തരിച്ച് പറയുകയാണ് അടുത്ത സ്കന്ധത്തിൽ. അത് നമുക്കൊരു 2 യാമം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ നിർത്തിയതിന് ശേഷം പുനരാരംഭിക്കാം. 1:30 ശേഷം 1:35 പുനരാരംഭിക്കാം. സർവത്ര ഇപ്പോൾ ദേവിക്ക് നിവേദ്യം നിവേദിച്ച് ഭഗവതിയുടെ പ്രസാദം ഭക്ഷിക്കുക. എല്ലാവർക്കും അതുപോലെ തന്നെ സൂര്യഭഗവാനെ വിചാരിക്കുക. സകല തേജസ്സും
സകല ഊർജവും നമുക്ക് പ്രദാനം ചെയ്യുന്ന ദേവിയുടെ സ്വരൂപമാണ് സൂര്യഭഗവാനായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ആധ്യാത്മികം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുണ്ട്. സൂര്യഭഗവാൻ ഏറ്റവും അടുത്ത് വരുമ്പോൾ ആ സൂര്യഭഗവാനോട് നമുക്കൊരു ദിവസം നമുക്ക് തന്നതിന് നന്ദി പറയാം. ആ നന്ദി പറഞ്ഞും കൊണ്ട് ഭഗവത് വിചാരമായിട്ട് 1 മണിക്കൂർ ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറിന് ശേഷം നമുക്ക് പുനരാരംഭിക്കാം. സർവത്ര ജഗദംബികായൈ നമഃ. ശ്രീ മഹാദേവ്യേ നമഃ. നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ 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 നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ പ്രാപിപ്പിച്ചിട്ട് സന്തതി പരമ്പര ഈ പരമ്പര നിന്നോട്ടെ, അത് ശാസ്ത്രത്തിൽ പറയുന്നതാണെന്ന്. അപ്പോഴാണ് തൻ്റെ പുത്രനായിട്ടുള്ള വേദവ്യാസനെ കുറിച്ച് സത്യവതി ഓർത്തത്. അപ്പോൾ എപ്പോൾ ആണെങ്കിൽ വിളിച്ചോളൂ, അത്യാവശ്യത്തിന് വിളിച്ചാൽ ഞാൻ വരാം എന്ന് പറഞ്ഞത് ഓർത്തു. അങ്ങനെ അമ്മ സത്യവതി അവിടുന്ന് ധ്യാനിച്ചപ്പോഴാണ് ഈ ആശ്രമം വിട്ട് കൊട്ടാരത്തിലേക്ക് വേദവ്യാസം ചെല്ലണം. അമ്മ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഇവരെ പ്രാപിച്ചിട്ട് സന്തതി ഉൽപ്പാദിപ്പിക്കണം, അങ്ങനെ ഈ രാജവംശം പൂരുവിൻ്റെ വംശം നിലനിർത്തണം എന്ന് പറഞ്ഞപ്പോൾ വേദവ്യാസൻ നിന്ദ്യമായ കർമ്മമാണെങ്കിലും അമ്മ പറഞ്ഞതാണ്, അത് നിഷേധിക്കാൻ പറ്റില്ല. അമ്മ പറഞ്ഞതുകൊണ്ട് ചെയ്യണം എന്നുള്ളൊരു ന്യായ അത് വെച്ചുകൊണ്ട് ഞാൻ ഈ അധർമ്മത്തിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഇത് അധർമ്മമാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും അപ്പുറത്ത് ഈ പൂരുവിൻ്റെ വംശം നിലനിർത്തണം എന്നുള്ളത് ഈശ്വരേച്ഛയാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഇതിന് സമ്മതിച്ചു എന്നാണ്. അങ്ങനെ അംബികയെ പ്രാപിച്ചപ്പോൾ കണ്ണടച്ചു, അതുകൊണ്ട് അങ്ങനായി. അംബാലികയെ പ്രാപിച്ചു, അപ്പോൾ ഒരു വെറുപ്പോട് കൂടിയിട്ടായിരുന്നു, അതുകൊണ്ട് പാണ്ഡുവായിട്ട് ജനിച്ചു. അപ്പം ഇങ്ങനെ കുട്ടികളായേ പറ്റില്ല, നീ ആദ്യം അംബികയെ പ്രാപിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അംബികയെ പ്രാപിക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി ചെന്നപ്പോഴാണ് അംബിക പകരത്തിന് ദാസി എവിടെ വെച്ചു. അപ്പോൾ ആ ദാസി സ്വീകരിച്ചിരുത്തി അതിലാണ് വിതുരൻ ഉണ്ടാവുന്നതെന്നാണ്. അങ്ങനെ ധൃതരാഷ്ട്രനും പാണ്ഡുവും വിതുരനും ഉണ്ടായിട്ടുള്ള ചരിത്രം അതാണ്. ആ പൂരുവിൻ്റെ വംശം അങ്ങനെയാണ് നിലനിന്നത്, വ്യാസൻ്റെ സന്തതികളായിട്ട് ആണ് നിലനിന്നത് എന്നും കൂടി പറഞ്ഞിട്ടാണ് പ്രഥമ സ്കന്ധം അടുത്ത അധ്യായം കൂടി. ഓം മഹാദേവ്യേ നമഃ. അഥ വിംശോധ്യായ വിഷയപൂജോ. ശുകസ്തു പരമാം സിദ്ധിം ആപ്തവാൻ ദേവസത്തമ. കിം ചകാര തതോ വ്യാസ തന്നോ ബ്രൂഹി സവിസ്തരം. സൂതവാച ശിഷ്യാവ്യാസസ്യേപ്യാസൻ വേദാഭ്യാസപരായണഃ ആജ്ഞാമാദായ തേ സർവേ ഗതാഃ പൂർവം മഹീതലേ. ആസീതോ ദേവലശ്ചൈവ വൈശമ്പായനൈവ ച ജൈമിനിശ്ച സുമന്തുശ്ച ഗതാഃ സർവേ തപോധനാഃ. താനേതാൻ വീക്ഷ്യ പുത്രം ച ലോകോന്തരിതമപ്യുത വ്യാസാശോകസമാക്രാന്തോ ഗമനായ കരോന്മതിം. സസ്മാര മനസാ വ്യാസാത്താം നിഷാദസുതാം ശുഭ മാതരം ജാഹ്നവീതീരേ മുക്താം ശോകസമന്വിതാം. സ്മൃത്വാ സത്യമതീം വ്യാസ त्यक्त्वा तं पर्वतोत्तमम् आजगाम महातेज जन्मस्थानं सुखं मुनिः. दीपं प्राप्याधपप्रच्छ क्वागता सावरानना. निषादस्तं समाचक्युः दत्ता राज्ञे तु कन्यका.
നാരായണ ദാശരാജോപി സംപൂജ്യ വ്യാസം പ്രീതിപുരസ്സരം സ്വാഗതേനാപി സൽകൃത്യ പ്രോവാച വിഹിതാഞ്ജലി. ദാശരാജ ഉവാച അദ്യമേ സഫലം ജന്മ പാവിതം നഃ കുലം മുനി ദേവാനാപി ദുർദർശം യജ്ജാതം ത്വദർശനം യഥർത്ഥമാഗതോസി ത്വം തദ്ബ്രൂഹി ദ്വിജസത്തമ അഭിധാരാധനം പുത്രാഹ ത്വദാദായ നാരായണ പുത്രാഹ തദ്വദായ അത്തമം നാരായണ പുത്രാഹ തദ്വദായ തമിദം വിഭോ സരസ്വത്യാസ്തടേ രമ്യേ ചകാരാശ്രം മണ്ഡലം വ്യാസസ്തവഃ സമായുക്തഃ തത്രൈവ സമാഹിതഃ സത്യവത്യാഃ സുതോ ജാതോ ശന്തനോഃ അമിതദ്യുതേഃ മത്വാ തൗ ഭ്രാതരൗ വ്യാസ സുഖമാവവനേ സ്ഥിതഃ. ചിത്രാംഗതഃ പ്രഥമജോ രൂപവാൻ ശത്രുതാപനഃ ബഭൂവ നൃപതേഃ പുത്രഃ സർവലക്ഷണസംയുതഃ വിചിത്രവീര്യനാമാസൗ ദ്വിതീയസമജായത സോऽപി സർവഗുണോപേതഃ ശന്തനോഃ സുഖവർദ്ധനഃ ഗാംഗേയഃ പ്രഥമസ്തസ്യ മഹാവീരോ ബലാതികഃ തദൈവ തൗ സുതൗ ജാതൗ സത്യവത്യാം മഹാബലൗ ശന്തനൂസ്താൻ സുതാൻ വീക്ഷ്യ സർവലക്ഷണസംയുതാൻ അമംസ്താജയ്യമാത്മാനം ദേവാദീനാം മഹാമനാഃ അധകാലേന ഗീയതാ ശന്തനു കാലപര്യയാത് തത്യാജ ദേഹം ധർമാത്മാ ദേഹി ജീർണമിവാംബരം കാലധർമ്മകതേരാജ്ഞി ഭീഷ്മശ്ചക്രേ വിധാനതഃ പ്രേതകാര്യാണി സർവാണി ദാനാനി വിധാനി ച. ചിത്രാംഗതം തതോ രാജ്യേ സ്ഥാപയാമാസ വീര്യവാൻ സ്വയം കൃതവാൻ രാജ്യം തസ്മാദേവ വൃതോ ഭവത്. ചിത്രാംഗതസ്തു വീര്യേണ പ്രമത്തഃ പര ദുഃഖതഃ ബഭൂവ ബലവാൻ വീരഃ സത്യവത്യാത്മജാ ശുചിഃ. അതേകദാ മഹാബാഹുഃ സൈന്യേന മഹതാവൃതഃ പ്രചചാര വനോദ്ദേശാൻ പശ്യൻ വൃദ്ധാൻ മൃഗാൻ രുരോൻ. ചിത്രാംഗതസ്തു ഗന്ധർവോ ദൃഷ്ട്വാ തം മാർഗകം നൃപം ഉത്തതാരാന്തികം ഭൂമേഃ വിമാനവരം ആസ്ഥിതഃ. തത്രാഭൂത് നാരായണ തത്രാഭൂച്ച മഹദ്യുദ്ധം തയോഃ സദൃശവീര്യോഃ കുരുക്ഷേത്രേ മഹാസ്ഥാനി त्रीणि वर्षाणि तापस इन्द्रलोकम् अवापाशु गन्धर्वेण हतोरणे भीष्मः सुत्वा चकाराशु तस्य ऊर्ध्वदैहिकं तदा गाङ्गेयः कृतशोकस्तु मन्त्रिभिः परिवारितः विचित्रवीर्यनामानं राज्येशं च चकारः मन्त्रिभिर्बोधिता पश्चात् गुरुभिश्च महात्मभिः सुपुत्रं राज्यगं दृष्ट्वा पुत्रशोकहतापि च सत्यवत्यतिसन्तुष्टः बभूव वरवर्णिनी व्यासोऽपि भ्रातरं श्रुत्वा राजानुमुदितो भवत्. यौवनं परमं प्राप्तः सत्यवत्याः सुतः शुभः चकार चिन्तां भीष्मोऽपि विवाहार्थं कनीयसा. काशीराजसुताः तिस्रः सर्वलक्षणसंयुताः तेन राज्ञा विवाहार्थं स्थापिताश्च स्वयंवरे. राजानो राजपुत्राश्च समाहूताः सहस्रश इच्छा स्वयंवरार्थं वै पूज्यमानाः समागताः. तत्र भीष्मो महातेजः ताजहार बलेन वै निर्मथ्य राजगं सर्वं रथेनैकेन वीर्यवान् स जित्वा पार्थिवान् सर्वान् तांश्च आदाय महारथः बाहुवीर्येण तेजस्वी ह्याससाद गजाक्वयं मातृवत् भगिनीवच्च पुत्रीवच्चिन्तयन् किल तिस्रः समानायामास कन्यका वामलोचनः सत्यवत्यै निवेद्याशु द्विजानाहूय सत्तरः दैवज्ञान् वेदविदुषा पर्यवृच्छल् शुभं दिनं कृत्वा विवाहसंभारं तदा वै भ्रातरं निज विचित्रवीर्यं धर्मिष्ठं विवाहेति तायदा तदा ज्येष्ठा अपि उपाचेदं कन्यका जाह्नवीसुतं लज्जमाना सीतापाङ्गी असितापाङ्गी तिसॄणां चारुलोचना गंगापुत्र गुरुश्रेष्ठा धर्मज्ञ कुलदीपका मया स्वयंवरे साल्यो वृतोऽस्ति मनसा नृपः वृतोऽहं तेन राज्ञा वै चित्ते प्रेमसमाकुले यथा योग्यं कुरुष्वाद्य कुलस्यास्य परन्तप तेनाहं वृतपूर्वास्मि त्वं च धर्मवृतां वरः बलवानसि गाङ्गेय यथेच्छसि तथा कुरु. सूत उवाच
एव मुक्तस्तया तत्र कन्यया गुरुनन्दनाः अपृच्छत् ब्राह्मणान् वृद्धान् मातरं सजीवांस्तदा सर्वेषां मतमाज्ञाय गाङ्गेयो धर्मवित्तमः गच्छेति कन्यकां प्राह यथा रुचिवरानने विसर्जिताधसा तेनागदा शाल्वनिकेतनम् उवाच तं वरारोह राजानं मनसेप्सितम् विनिर्मुक्तास्मि भीष्मेण त्वन्मनस्येति धर्मतः आगतास्मि महाराज गृहाणाद्य करं मम धर्मपत्नी तवात्यन्तं भवामि नृपसत्तमा चिन्तितोऽसि मया पूर्वं त्वयाहं नात्र संशयः शाल्व उवाच गृहीत्वा त्वं वरारोहे भीष्मेण पश्यतो मम रथे संस्थापिता तेन न गृहीष्यकरं तव परोच्चिष्टां च कः कन्यां गृह्णाति मतिमान् नरः अतोऽहं न गृहीष्यामि त्यक्तां भीष्मेण मातृवत् नारायण रुदती विलपन्ती सा त्यक्तां तेन महात्मना पुनर्भीष्मं समागत्य रुदती चेदमब्रवीद शाल्यो मुक्तां त्वया वीर न गृह्णाति गृहाणम धर्मज्ञोऽसि महाभाग मरिष्याम्यन्यथा हि अहं भीष्म उवाच अन्यचित्तां कथाम् अन्यचित्तां कथं त्वां वै गृह्णामि वरवर्णिनि पितरं त्वं वरारोहे व्रज शीघ्रं निराकुला ततोत्तासा तु भीष्मेण जगाम वनमेव हि तपश्चकार विजने तीर्थे परमपावने द्वे भार्ये चादिरूपाढ्ये तस्य राज्ञो बभूवतुः अम्बालिका च अम्बिका च काशीराजसुते शुभे राजा विचित्रवीर्योऽसौताभ्यं सह महाबलः रेमे नाना विहारैश्च गृहे च उपवने तथा वर्षाणि नवराजेन्द्रः कुर्वन् क्रीडां मनोरमा प्रावहासो मरणं भूयो गृहीतो राजलक्ष्मणा मृते पुत्रेति दुःखार्ता जाता सत्यवती तथा कारयामास पुत्रस्य प्रेतकार्याणि मन्त्रिभिः भीष्ममाह तदैकान्ते वचनं चादिदुःखिता राज्यं कुरु महाभाग पितुस्ते शन्तनोः सुता भ्रातृभार्यां गृहाणत्वं वंशं च परिरक्षय यथा न नाशमायाति ययादेर्वंश इत्युता भीष्म उवाच प्रतिज्ञा मे श्रुता माता पित्रेऽर्थे या मया कृता नाहं राज्यं करिष्यामि न चागन्धारसङ्ग्रहं सूत उवाच तदा चिन्तातु राजाधा कथं वंशो भवेदिति नालसाद्धि सुखं मह्यं समुत्पन्ने ह्यराजके गाङ्गेयस्तामुवाचेदं चिन्तां कुरु भामिनि पुत्रं विचित्रवीर्यस्य क्षेत्रजं चोपपादय कुलीनं द्विजमाहूय बद्ध्वा सगनिजो नियोजय नात्र दोषोऽस्ति वेदेऽपि कुलरक्षाविधौ किल पौत्रं चैव समुत्पाद्य राज्यं देहि शुचिस्मिते अहं च पालयिष्यामि तस्य शासनमेव हि तच्छ्रुत्वा वचनं तस्य कानीनं स्वसुतं मुनिं जगाम मनसाभ्यासं द्वैपायनमकल्मषं स्मृतमात्रस्ततो व्यास आजगाम स तावसा कृत्वा प्रणामं मात्रेऽथ संस्थितो दीप्तिमान् मुनिः भीष्मेण पूजिता कामं सत्यवत्या च वानिता तस्थौ तत्र महातेजा विधूमोऽग्निदिवापरः तमुवाच मुनिं माता पुत्रमुल्पादयाधुना क्षेत्रे विजितवीर्यस्य सुन्दरं तव वीर्यजं व्यासश्रुत्वा वचो मातुरा पदवाक्यममन्यत ओमित्युक्त्वा स्थितस्तत्र ऋतुकालमचिन्तयल् अम्बिका च यदा स्तादा नारी ऋतुमती तदा सङ्गप्राप्य मुनेः पुत्रमसूतान्धं महाबलं जन्मान्धञ्जसुतं वीक्ष्य दुःखिता सत्यवत्यपि द्वितीयाञ्च वधूमाग पुत्रमुत्पादयाशु वै ऋतुकाले सम्प्राप्ते व्यासेन सङ्गदा तथा जाम्बालिका रात्रौ गर्भं नारी दधारसा सोऽपि पाण्डुसुतो राजातो राज्ययोग्यो न सम्मतः पुत्रार्थे प्रेरयामास वर्षान्ते च पुनर्वधूम् आहूय च ततोऽभ्यासं सम्प्रार्थ्य मुनिसत्तमं प्रेषयामास रात्रौ सा शयानागारमुत्तमम् न गता च वधूस्तत्र प्रेष्या सम्प्रेषिता तया
തസ്യാഞ്ജവിതുരോ ജാതോ ദാസ്യം ധർമാംശതശുഭ ഏവം വ്യാസേന തേ പുത്ര ധൃതരാഷ്ട്രാദയത്രയ ഉൽപാദിതാ മഹാവീര വംശരക്ഷണഹേതവേ ഏതദ്വസ്സർവമാഖ്യാതം തസ്യ വംശസമുദ്ഭവം വ്യാസേന രക്ഷിതോ വംശോ ഭ്രാതൃധർമ്മവിധാനഘാഃ. ഇതി ശ്രീദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ വിംശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ജഗദംബികായൈ നമഃ. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. പ്രഥമസ്കന്ധം സമർപ്പിച്ചു. ഇപ്പൊ ഈ പ്രഥമസ്കന്ധത്തിലെ അവസാനത്തിൽ ഈ പറഞ്ഞ കഥകൾ സൂചിപ്പിച്ച വ്യാസന്റെ കഥ, ശന്തനുവിൻ്റെ ഭീഷ്മരുടെ ഈ വംശം, ആ വ്യാസൻ ആ ആശ്രമത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള കഥകളൊക്കെ, വ്യാസൻ എങ്ങനെ ഉണ്ടായി, ആ കഥകളൊക്കെ വിസ്തരിച്ച് പറയണം എന്ന് പറയുമ്പോൾ അടുത്ത ദ്വിതീയ സ്കന്ധത്തിൽ ആ കഥകൾ വിസ്തരിച്ച് പറയാം. ഇപ്പം ചുരുക്കി പറഞ്ഞത് മുഴുവനൊന്നും മനസ്സിലായില്ലോ, അതൊന്നും കൂടി വിസ്തരിച്ച് കേൾക്കണം എന്ന് നമുക്ക് തോന്നണ പോലെ തന്നെയാണ്. അടുത്ത അധ്യായത്തിൽ ശൗനകാദി മഹർഷിമാർ അത് വിസ്തരിച്ച് കേൾക്കണം എന്ന് പറയുമ്പോൾ വ്യാസൻ ജനിച്ച കഥ വിസ്തരിച്ച് പറയുന്നു. പിന്നെ വ്യാസനിൽ ഈ മറ്റ് 3 കുട്ടികളുണ്ടായ ആ പരമ്പര എന്ന കഥകൾ അതൊക്കെ വിസ്തരിച്ച് പറയുകയാണ് അടുത്ത സ്കന്ധത്തിൽ. അത് നമുക്കൊരു 2 യാമം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ നിർത്തിയതിന് ശേഷം പുനരാരംഭിക്കാം. 1:30 ശേഷം 1:35 പുനരാരംഭിക്കാം. സർവത്ര ഇപ്പോൾ ദേവിക്ക് നിവേദ്യം നിവേദിച്ച് ഭഗവതിയുടെ പ്രസാദം ഭക്ഷിക്കുക. എല്ലാവർക്കും അതുപോലെ തന്നെ സൂര്യഭഗവാനെ വിചാരിക്കുക. സകല തേജസ്സും സകല ഊർജവും നമുക്ക് പ്രദാനം ചെയ്യുന്ന ദേവിയുടെ സ്വരൂപമാണ് സൂര്യഭഗവാനായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ആധ്യാത്മികം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുണ്ട്. സൂര്യഭഗവാൻ ഏറ്റവും അടുത്ത് വരുമ്പോൾ ആ സൂര്യഭഗവാനോട് നമുക്കൊരു ദിവസം നമുക്ക് തന്നതിന് നന്ദി പറയാം. ആ നന്ദി പറഞ്ഞും കൊണ്ട് ഭഗവത് വിചാരമായിട്ട് 1 മണിക്കൂർ ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറിന് ശേഷം നമുക്ക് പുനരാരംഭിക്കാം. സർവത്ര ജഗദംബികായൈ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. 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 അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ